മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം. ഇത്തിഹാദു ശുബ്ബാനുൽ മുജാഹിദീൻ ISM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ നേതാക്കന്മാരെ, ISMൻ്റെയും KNMൻ്റെയും പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ വൈകിയ ഈ വേളയിൽ വൈകുന്നേരം ആരംഭിച്ച ഒരു പരിപാടിയുടെ സമാപന പ്രസംഗം എന്ന് പറഞ്ഞാൽ തന്നെ പരിമിതമായ സമയത്തിൽ പരിമിതമായ കാര്യങ്ങൾ പറയേണ്ട ഒരു സമയമാണ് എന്നറിയാം. 9:30 മണിയോടുകൂടെ ഈ പൊതുയോഗം അവസാനിപ്പിക്കണം എന്നാണ് സംഘാടകരുടെ തീരുമാനം. ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികളെക്കുറിച്ച് നമ്മുടെ നേതാക്കന്മാർ, ISMൻ്റെയും KNMൻ്റെയും സാരഥികൾ വ്യക്തമായും ശക്തമായും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു തരത്തിലുള്ള തീവ്രവാദത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും കൃത്യമായി ദീൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പണ്ടുകാലത്തെ ആളുകളെ ഉത്ബോധിപ്പിച്ചു പോന്ന സംഗതിയാണ്. 1-2 സംഗതികൾ നമ്മുടെ ഈ വിഷയകവുമായി സംസാരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ ആമുഖം പറഞ്ഞു വെച്ചത്. ഇസ്ലാമിലെ അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല കാര്യങ്ങളും നമ്മളറിയാതെ പോയതുകൊണ്ട് സംഭവിച്ച അബദ്ധങ്ങളാണോ, നമ്മൾക്ക് തന്നെ തിരുത്തി പറയാൻ സാധിക്കുന്ന വിധം ദീനീയായ കാര്യങ്ങളിൽ നമ്മൾ അജ്ഞരായി പോയത് കാരണമാണോ, ഇങ്ങനെയുള്ള അതിവാദങ്ങളും അതിരുവിട്ട ചിന്താധാരകളും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്നാലോചിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു മതം അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്നും ആ സ്ത്രീയുടെ വിശ്വാസവും ആചാരവും സമ്പ്രദായവും അനുസരിച്ച് അവളെ ജീവിക്കാൻ അനുവദിക്കാമെന്നും മരണം വരെ അവളുടെ സംരക്ഷണം ഏറ്റെടുക്കാമെന്നും അവൾക്ക് മഹർ കൊടുത്ത് അവളെ വിവാഹം ചെയ്ത് അവളുടെ കുടുംബങ്ങളുമായി ബന്ധം പുലർത്താമെന്നും പറഞ്ഞ ലോകത്തിലെ ഒരൊറ്റ മതം ഇസ്ലാം മാത്രമാണ്. ലോകത്തിലെ രണ്ടാമത്തൊരു മതം ദുനിയാവിൽ ആർക്കും ചൂണ്ടിക്കാണിച്ചു തരാൻ സാധ്യമല്ല. മതപരമായി ഏതെങ്കിലും ഒരാള് ഒരു മതത്തിലും പെടാത്ത ഏതെങ്കിലും ഒരു മതത്തിലെ അതിരുകൾ ലംഘിച്ച് പലരും മിശ്ര വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. മതപരമായി ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ ഒരു ജൂത പെണ്ണിനെ വിവാഹം കഴിക്കുകയും അവരുടെ വിശ്വാസപ്രകാരം, അവരുടെ ആചാരപ്രകാരം, അവരുടെ ആഘോഷങ്ങളും ജീവിത രീതിയുമായി മരണം വരെ അമുസ്ലിമായി കഴിഞ്ഞുകൂടാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുകയും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യാൻ ഇസ്ലാം മതത്തിനല്ലാതെ ഒരു മതത്തിനും ഈ ലോകത്തിൽ അങ്ങനെ ഒരു നിയമ സംഹിതയില്ല. ആ പെണ്ണിന് മഹർ കൊടുക്കണം, ആ പെണ്ണിനെ സംരക്ഷിക്കണം, ആ പെണ്ണിന്റെ മാതാപിതാക്കളെ അമ്മോശനും അമ്മായിയുമായിട്ട് അംഗീകരിക്കണം, ആ പെണ്ണിനെ മരണശേഷം അവരുടെ ആചാരപ്രകാരം മറമാടാനുള്ള സഹായങ്ങൾ നൽകണം, അവരുടെ കുട്ടികളെ വളർത്തണം, അവരെ ഏതെങ്കിലും ഒരു കാരണവശാൽ ദീനിലേക്ക് നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു അവകാശവും ഒരു അനുമതിയും അല്ലാഹു തആല മുസ്ലിമിന് നൽകിയിട്ടില്ല. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഇന്നമാ അൻത മുദക്കിർ, നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്, ഉത്ബോധകനാണ്. ഒരു കാരണവശാലും നിർബന്ധിച്ച് ആരെയും ദീനിലേക്ക് കൊണ്ടുവരേണ്ടവനല്ല. ഈ വാദം സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ ക്രിസ്ത്യാനിയായ ജൂതത്തിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് അവരെ മരണം വരെ കൊണ്ടു നടക്കാമെന്ന ആശയം പഠിപ്പിക്കുന്ന വേറെ ഒരു ആശയമില്ല എന്നത് മാത്രം മതി മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരുമായി എത്രത്തോളം ബന്ധത്തിലും സൗഹാർദ്ദത്തിലും ലോകത്തിലും കഴിയണം എന്ന് ആളുകൾ മനസ്സിലാക്കാൻ. ഇത് നമ്മൾ മറന്നുപോയി. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും അമുസ്ലിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വെക്കുക, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ശരിക്കും മനസ്സിലാക്കണം.
ഏതെങ്കിലും ഹിന്ദു സഹോദരനും അയാളുടെ ഭാര്യയും ഇസ്ലാം സ്വീകരിക്കുന്നു, അവരുടെ വിവാഹം നടന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിറപറയും നിലവിളക്കും വെച്ച് വിഗ്രഹങ്ങളുടെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും വിഗ്രഹാരാധന ആലയത്തിൽ വെച്ച് അമ്പലങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന ആ നിക്കാഹ്, ആ വിവാഹത്തിന് ശേഷം അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. രണ്ടാമത് ഈ വരുന്ന ആളുകളെ ഒരു പുനർവിവാഹം ഇസ്ലാമിൽ വന്നതിന് ശേഷം രണ്ടാമതൊരു നിക്കാഹ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. ആ വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. മതസൗഹാർദ്ദം, മനുഷ്യ സൗഹാർദ്ദം, ഇതിലെ ഒരു നിയമം ഈ ലോകത്ത് പഠിപ്പിക്കുന്നത് ആരാണ്? ഏതെങ്കിലും ഒരാളെ ക്രിസ്തുമതത്തിലേക്ക് ചേർക്കാൻ അവിടെ നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അയാൾ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഗർ വാപ്പസി നടത്തേണ്ടി വന്നത് ചടങ്ങായിട്ട്? പക്ഷെ ഒരു ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളെ അയാളുടെ കഴിഞ്ഞുപോയ ചെയ്തികളെല്ലാം ഇല്ലായ്മ ചെയ്ത് വീണ്ടും പുനർവിവാഹം നടത്തി വീണ്ടും പല കാര്യങ്ങളും നടത്തി കുളിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല. അയാളുടെ പഴയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും അനുസരിച്ച് വൈവാഹിക ബന്ധമെന്ന ധാർമ്മികതയിലൂന്നിയ ആ മൂല്യത്തെ ഇസ്ലാം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേറെ ഏതൊരു മതസൗഹാർദ്ദ ഇനി വേണ്ടത്? ആലോചിച്ചു നോക്കൂ നിങ്ങള്. മൂന്നാമത്തത്, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബുല്ലാഹ്. അല്ലാഹുവിന് പുറമെ ആരെയും ആരാധിക്കാൻ പാടില്ലെന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മതമാണ് ഇസ്ലാം. ആദ്യത്തെ പ്രസവിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾപ്പിക്കുന്ന അതേ മുസ്ലിം മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് ഇസ്ലാമിക സൗധം കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വളരുന്ന മുസ്ലിങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന, വലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുതെന്ന് നീ ആളുകളോട് പറയണം. അതാണ് പ്രബോധനത്തിന്റെ ആണിക്കല്ല്, അതാണ് അടിത്തറ. പക്ഷേ അവരാരാധിക്കുന്ന ആരാധ്യന്മാരെ, അവര് പൂജിക്കുന്ന നേതാക്കന്മാരെ, അവര് അവര് പ്രാർത്ഥിക്കുന്ന, അവരിടപഴകുന്ന അവരുടെ ആരാധ്യന്മാരെ പുച്ഛിക്കാൻ നിനക്ക് അവകാശമില്ല. ഫയസുബുല്ലാഹ്, അതിന്റെ പേരിൽ അവർ അല്ലാഹുവിനെ ചീത്ത പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദി നീയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, റസൂലുള്ളാഹ്, ഒരാൾ എങ്ങനെ സ്വന്തം വാപ്പയെ ചീത്ത പറയും? നബി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉപ്പയെ ചീത്ത പറയരുത്. അപ്പൊ സഹാബത്തിന്റെ ചോദ്യം, എങ്ങനെ ഒരാൾ അയാളുടെ വാപ്പയെ ചീത്ത പറയും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരാളെ തന്തക്ക് വിളിക്കും, അയാളുടെ തന്തക്ക് വിളിക്കും, അയാളുടെ ഉപ്പക്ക് വിളിക്കും, അയാൾ നിന്റെ ഉപ്പക്ക് വിളിക്കും. ഇതുപോലെ അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ ആരാധിക്കരുതെന്ന് പറയാം. പക്ഷേ അവരുടെ ആരാധ്യന്മാരുടെ സത്തയെ, അവരുടെ ആരാധ്യന്മാരുടെ ജീവിത രീതിയെ, അവരുടെ ആരാധ്യന്മാരെ പുച്ഛിക്കുന്ന അവമതിക്കുന്ന രീതിയെ നീ സ്വീകരിച്ചാൽ അവർ അല്ലാഹുവിനെ പുച്ഛിക്കുകയും അപമാനം അല്ലാഹുവിന് വരുത്തി വെക്കുകയും ചെയ്യും, അല്ലാഹുവിനെ ആക്ഷേപിക്കുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളെ ചീത്ത പറയരുത് എന്ന് പഠിപ്പിച്ച മതം ഇസ്ലാം മാത്രമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര വഅബവാനി യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. എല്ലാ മക്കളെയും മുസ്ലിങ്ങളായി ശുദ്ധപ്രകൃതിയോടുകൂടെ, എല്ലാ മക്കളെയും ശുദ്ധപ്രകൃതിയോടുകൂടെ കാണുന്ന ഒരേ ഒരു മതം, അതാണ് മുസ്ലിം, അതാണ് ഇസ്ലാം, അതാണ് ദീനുൽ ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ റോമക്കാരുമായി നടന്ന യുദ്ധത്തിൽ ശത്രുപക്ഷത്തുള്ള കുഞ്ഞുങ്ങളെ കൊല ചെയ്തു മുസ്ലിം ഭടന്മാർ, ചില ആളുകൾ. ആ വിവരം അബൂബക്കർ സിദ്ദീഖിന്റെ മുമ്പിലെത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ അത് വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ സൈന്യാധിപൻ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ അവരങ്ങനെ കൊല്ലുന്നുണ്ട് എന്നാണ്. അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, താങ്കളുടെ ഇമാം
താങ്കളുടെ മാതൃകാ പുരുഷൻ മുഹമ്മദ് നബിയാണോ അതോ റോമക്കാരാണോ എന്നാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഉത്തമ ശിഷ്യനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. അവിടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ മതം നിശ്ചയിച്ച് പുതിയ ഒരു മതത്തിലേക്ക് കൊണ്ടുവരുന്നത് മാതാപിതാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആലോചിച്ചു നോക്കൂ, ഒരു പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിനെ ഇസ്ലാമികമാക്കി കൊണ്ടുവരാൻ പ്രത്യേകിച്ച് ഒരു ധർമ്മവുമില്ല. അവൻ ആ മാതാപിതാക്കളുടെ മകനായി വളരുന്നു എന്നതാണ്. അവനെ പ്രത്യേകിച്ചൊരു മതത്തിൽ ചേർക്കാനുള്ള മാതാപിതാക്കളില്ലെങ്കിൽ അവൻ മുസ്ലിമായിട്ടാണ് വളരുന്നത്. ഇസ്ലാമിന്റെ സംസ്കാരം അനുസരിച്ചാണ് വളരുന്നത്. ആലോചിച്ചു നോക്കൂ. നാലാമത്തെ കാര്യം, ഈ ലോകത്തിലുള്ള സകലമാന സൃഷ്ടിജാലങ്ങളും മുസ്ലിങ്ങളാണ്. അതിന്റെ അർത്ഥം അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരെന്നാണ് അർത്ഥം. ഈ ലോകത്തിലുള്ള ഹിന്ദുക്കൾ മുസ്ലിങ്ങളാണ്, ഈ ലോകത്തിലുള്ള ക്രൈസ്തവർ മുസ്ലിങ്ങളാണ്, ഈ ലോകത്തിലുള്ള നിരീശ്വരവാദികൾ മുസ്ലിങ്ങളാണ്. എല്ലാ സൃഷ്ടിജാലങ്ങളും മുസ്ലിങ്ങളാണ്. അതെങ്ങനെ? അവരുടെ ശരീരം, അവരുടെ ഉപജീവനം, അവർക്കുള്ള വെള്ളം, അവർക്കുള്ള വായു എല്ലാം നൽകുന്ന പടച്ചവനാണ് അവരുടെ ശരീരത്തിന്റെ ഘടന നിശ്ചയിച്ചതും അതിന്റെ പ്രവർത്തനം നടത്തുന്നതും. സ്വമേധയ അവർക്ക് ആവശ്യമുള്ള വിശ്വാസം സ്വീകരിക്കാം. ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് നിരാകരിക്കാം. പക്ഷെ അയാളുടെ ശരീരം മുസ്ലിമാണ്. ആലോചിച്ചു നോക്കൂ. ഇത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നമ്മൾ പഠിക്കാത്തതിന്റെ അപകടമാണ് ഈ വളർന്നു വന്ന ഭീകരവാദം, ഈ വളർന്നു വന്ന തീവ്രവാദം, അതിരുവിട്ടവാദം. ഒരു ഓഫീസിലേക്ക് കയറി ചൊല്ലുന്നു ഒരു പുതിയ സലഫി, ഒരു ഓഫീസിലേക്ക് ഒരു പുതിയ സലഫി കയറി ചൊല്ലുന്നു അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിമിന് കൈ കൊടുക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്റ്റാഫിലെ ഗവൺമെന്റ് ജീവനക്കാരായ അമുസ്ലിങ്ങളുണ്ട്. അവർക്ക് കൈയില്ല. അവർക്ക് സലാം പറയുന്നത് അവിടെ നിൽക്കട്ടെ, അവർക്ക് കൈ കൊടുക്കുന്നില്ല. അവരോട് പ്രത്യേകിച്ച് മമതയില്ല, അവരുടെ കൈ സ്പർശിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് സൗമ്യപൂർവം ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഞങ്ങൾക്ക് കൈതരാത്തത്? ഇന്നമൽ മുശ്രികൂന നജസുൻ എന്നാണ് ഞങ്ങളുടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരം മാലിന്യമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് കൈതരാൻ പാടില്ല. ആലോചിച്ചു നോക്കൂ. 13 വർഷക്കാലം അബൂത്വാലിബിന്റെ ചോറ്, അബൂത്വാലിബിന്റെ ഭക്ഷണം, മുശ്രിക്കായ അബൂത്വാലിബിന്റെ വീട്ടിലെ കിടത്തം, മുശ്രിക്കായ അബൂത്വാലിബിനോടുള്ള സംസാരം, മുശ്രിക്കായ അബൂത്വാലിബിന്റെ കൂടെയുള്ള ജീവിതം, ഈ ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. 13 വർഷം അബൂത്വാലിബിന്റെ വീട്ടിൽ, മുശ്രിക്കായ അബൂത്വാലിബിന്റെ വീട്ടിൽ. അവിടെ നിന്ന് മദീനയിലേക്ക് എത്തിയിട്ട് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ എന്റെ 13 വർഷക്കാലം മുശ്രിക്കായ കാഫിറായ ഒരാളുടെ കഴിഞ്ഞുകൂടിയല്ലോ റബ്ബേ എന്നൊരു തൗബയുടെ വാക്ക് അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ത്വായിഫിൽ നിന്ന് ഏറ് കിട്ടി മുന്തിരിത്തോപ്പിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത്, ഈ മല അവരുടെ മേൽ മറിച്ചിടാൻ അള്ളാഹു താങ്കൾ അനുവദിച്ചാൽ എനിക്ക് അതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഇന്നഹും ലാ യഅലമൂൻ. പടച്ചവനെ, അറിവില്ലാത്തവരാണത്. എന്നിട്ട് അതിന്റെ ഒരു ബാക്കി പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവേ ഇവരുടെ അടുത്ത തലമുറയെങ്കിലും ഇസ്ലാം സ്വീകരിച്ചെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നീ ഇവരെ നശിപ്പിക്കരുത്. ഇതാണ് പ്രബോധിതരോട് ഇസ്ലാമിന്റെ സമീപനം. ഇതാണ് പ്രബോധിതരോട് ഇസ്ലാമിന്റെ സമീപനം. നമ്മൾ പഠിക്കുന്നത് എന്താണ്? ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്. ലോകത്തിന് കരുണ ചെയ്യാത്തവരോട്, ലോകത്തിലുള്ള ആളുകൾക്ക്, ജന്തുക്കൾക്ക് കരുണ ചെയ്യാത്തവരോട് അള്ളാഹുവിന്റെ കാരുണ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കൊടുത്തിരുന്ന, ദാനം ചെയ്തിരുന്ന പ്രവാചകന്റെ കുടുംബത്തിലെ മുശ്രിക്കുകളായ കുറച്ച് സഹോദരന്മാരുണ്ടായിരുന്നു, കുടുംബങ്ങളുണ്ടായിരുന്നു, സാധുക്കളായ. ആ സാധുക്കളായ ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാം സ്വീകരിച്ചെങ്കിലോ എന്ന അദമ്യമായ ആഗ്രഹം പ്രവാചകനുണ്ട്. പ്രലോഭനമില്ല, ഏതെങ്കിലും വിധത്തിലുള്ള മറ്റേതെങ്കിലും പ്രചോദനങ്ങളില്ല. ദഅവത്ത്, പ്രബോധനം മാത്രമാണ് നടക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പല ആളുകളും പ്രവാചകനെ നിരന്തരമായി ഉപദ്രവിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ആ ചെലവ് കൊടുക്കൽ അവസാനിപ്പിച്ചു. ആ വിഷയത്തെ സംബന്ധിച്ചിറങ്ങിയ ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ ആയത്ത്. നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കൂ.
നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞ വാക്ക് എന്താണെന്നുള്ളത്. അത് നീട്ടി ഓതാ അവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുകളയാണ്. അമുസ്ലിങ്ങൾക്ക് സദഖ കൊടുക്കാൻ പാടുണ്ടോ, ഉദ്ഹിയ്യത്തിന്റെ മാംസം വിതരണം ചെയ്യാൻ പാടുണ്ടോ, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ, സക്കാത്തിന്റെ ഓഹരി അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള ചർച്ച സലഫി പ്രസ്ഥാനത്തിൽ നടക്കുന്നതിന്റെ അപകടം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ദീൻ പഠിക്കാത്തതുകൊണ്ട് ഉണ്ടായതാണ്. നമ്മൾ ആരെയും പഠിക്കണ്ട, നമ്മൾ ദീൻ പഠിക്കാത്തത് കൊണ്ടുണ്ടായ അപകടമാണ്. അതിന് പട്ടിണിക്ക് ജാതി നിശ്ചയിച്ചതാരാ? പ്രാരാബ്ദത്തിന് ജാതി നിശ്ചയിച്ചതാരാ? മലപ്പുറം ജില്ലയുടെ പോരിശ പറഞ്ഞല്ലോ. മലപ്പുറം ജില്ലക്കുള്ള പോരിശ അയൽപ്പക്കത്ത് താമസിക്കുന്ന അമുസ്ലിമിനോട് ചോദിച്ചാൽ മതി. നമ്മളൊന്നും പറയണ്ട. ഗൾഫില് 10-15 കൊല്ലം ചോര നീരാക്കി അത്യധ്വാനം ചെയ്ത് നാട്ടിലേക്ക് വരുന്ന ഒരു പ്രവാസിയുടെ മനസ്സും ശരീരവും എന്താവുമെന്ന് നമ്മൾക്കറിയാം. പക്ഷെ ആ പെട്ടിക്കുള്ളിൽ ചെറിയ ചെറിയ ചില പാക്കുകൾ ഉണ്ടാവും. അയൽപ്പക്കത്തെ സാവിത്രിക്ക് കൊടുക്കാൻ, അയൽപ്പക്കത്തെ രാജുവിന് കൊടുക്കാൻ, അയൽപ്പക്കത്തെ ജോസഫിന് കൊടുക്കാൻ. ആരും അയാളെ ഇത് കത്തെഴുതി പഠിപ്പിച്ചതല്ല. അയാൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ മുസ്ലിമല്ല. ഇത് മതസൗഹാർദ്ദത്തിന് വേണ്ടി പറയുന്ന വാക്കല്ലത്. ഇത് ദീനിന്റെ നിയമമാണിത്. അയാളുടെ അധ്വാനത്തിന്റെ, അയാളുടെ ചോരമടക്കുന്ന അധ്വാനത്തിന്റെ മനസ്സിൽ നിന്ന് തേവിക്കൊണ്ടുവന്ന ഈ വിഭവം അയാളുടെ അയൽവാസിക്ക് കൊടുക്കുന്നത് നിറഞ്ഞ മനസ്സോടെയാണ്. അയാളുടെ മതമോ ജാതിയോ പ്രശ്നമല്ല, അയാളുടെ ഒരു സമ്മാനം. നിങ്ങൾ പറയൂ, അമുസ്ലിമിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും നല്ലതല്ല എന്ന് പറയുന്ന ആളുകൾ എത്രത്തോളം വലിയ അപകടമാണ് ഇസ്ലാമിന് വരുത്തി വെക്കുന്നത് ആലോചിച്ചു നോക്കണം. അമുസ്ലിങ്ങൾ നജസാണ്, അതുകൊണ്ട് അവരോട് തൊടാൻ പാടില്ല. എല്ലാ കാര്യത്തിനും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിക്കുന്ന ആളുകളുണ്ടല്ലോ. എല്ലാ കാര്യങ്ങൾക്കും അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസ് എന്താ ആളുകളോട് പറയാത്തത്? ഇപ്പൊ അതിന് പറ്റിയ അവസരമാണല്ലോ. എന്താ പറയാത്തത്? നീ ഒരു അമുസ്ലിമിനെ വഴിയിൽ കണ്ടുമുട്ടിയാൽ, ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതാണിത്. നീ ഒരു അമുസ്ലിമിനെ വഴിയിൽ കണ്ടുമുട്ടിയാൽ വഴിയുടെ ഏറ്റവും കൊടുസായ ഭാഗത്തേക്ക് നീ അവനെ ഉന്തിയാക്കണം. കാരണം അവനെ നടുവിലൂടെ നടത്താൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതം, മദീനയിൽ ചെന്നിട്ട് ജൂത നേതാക്കന്മാരെയും ക്രിസ്തീയ നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി സമാധാന കരാറിൽ ഒപ്പുവെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹിയുടെ മാതൃകയാണോ? പ്രവാചകന്റെ പേരിൽ കളവ് കെട്ടിപ്പറഞ്ഞ ഈ വാക്യമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി ഒപ്പുവെച്ചത് ആരോടാ? മുസ്ലിങ്ങളുമായിട്ടല്ല, മുശ്രിക്കുകളുമായിട്ടാണ് ഒപ്പുവെച്ചത്. നമ്മൾ ആലോചിക്കണം. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. സഹോദരന്മാരെ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും അള്ളാഹു അയാൾക്ക് കഴിവുള്ളതല്ലാതെ കൽപ്പിക്കുകയില്ല. ആ കഴിവുള്ളത് മാത്രമേ മുസ്ലിങ്ങളോടെന്നല്ല ഇസ്ലാം മനുഷ്യരോട് പറയുന്നുള്ളൂ. അതിൽ ഒന്നും ഇസ്ലാമിന് മനുഷ്യർക്ക് യോജിക്കാത്ത, പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാത്ത ഒരു നിയമവും ഇസ്ലാമിലില്ല. അതിര് കടന്ന് എവിടെ വരെ എത്തുന്നു കാര്യങ്ങളെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു പെണ്ണിന് മുഖം മറക്കാം, നമ്മൾ ആരും അതിനെതിരല്ല. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ ഒരുപാട് വർണ്ണങ്ങളും കള്ളികളുമുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അത് ധരിക്കണ്ടെന്ന് പറഞ്ഞോ? ഒരു പെണ്ണിന് മുഖം മറക്കാം, പക്ഷേ ഇസ്ലാമിന്റെ നിയമമാണ് അതെന്ന് മിണ്ടിപ്പോകരുത്. അങ്ങനെ ഒരു ഇസ്ലാമിലെ നിയമമില്ല. അങ്ങനെ ഇസ്ലാമിന്റെ ഒരു നിയമമില്ല. ഞാൻ കള്ളിക്കുപ്പായം ധരിക്കുന്നു, ഞാൻ ഈ കള്ളിക്കുപ്പായം ധരിക്കലാണ് ഇസ്ലാമിലെ നിയമം എന്ന് പറയുന്നതിന്റെ അപകടം എന്താണ്? അത് ഇസ്ലാമിക നിയമമായി തെറ്റിദ്ധരിക്കുന്നു ആളുകൾ. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. അവിടെയും നമ്മൾ തിരിച്ചു വരുന്നു. നാസറുദ്ദീൻ അൽബാനിയെ എല്ലാ കാര്യത്തിലും അവലംബിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ഹിജാബുമായി ബന്ധപ്പെട്ട പുസ്തകം അതൊന്ന് വിവർത്തനം ചെയ്തു കൊടുത്താൽ മതി. പെണ്ണുങ്ങൾ മുഖം മറക്കേണ്ടതില്ല എന്നതിന് അദ്ദേഹം 3 ഡസനോളം ഹദീസുകളാണ് ഉദ്ധരിക്കുന്നത്. 3 ഡസനോളം. എന്നിട്ട് പെണ്ണുങ്ങളെ സമ്മിശ്ര വികാരം എന്ന് പറഞ്ഞതുപോലെ മിശ്ര ക്ലാസ് ഇസ്ലാം അനുവദിക്കുന്നില്ല. പക്ഷെ ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് എനിക്ക് ശമ്പളം വാങ്ങാം. ഞാൻ ഇന്ന് വരെ രാജിവെച്ചിട്ടില്ല.
ഇതിന് പോകുന്ന, ഇത് പ്രസംഗിക്കുന്ന ഒരാളും ഇന്ന് വരെ രാജിവെച്ചിട്ടില്ല. ഒരാളും രാജിവെച്ചിട്ടില്ല. ദാ ഓണത്തിന്റെ ബോണസ് വാങ്ങുന്നുണ്ട്, ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും. ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് അധ്യാപകരായി ജോലി ചെയ്യുന്നത് പല ആളുകളും. പ്രായപൂർത്തിയ വയസ്സറിയിച്ച പെൺകുട്ടികളുള്ള ക്ലാസ് റൂമിൽ ഇന്ന് വരെ രാജിവെച്ചിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇദ്ദയിലിരിക്കുന്ന പെണ്ണിനോട് അന്യപുരുഷന് പോയി സംസാരിക്കാമെന്നും വിവാഹമല്ലാത്ത കാര്യങ്ങളൊക്കെ അവരോട് കൂടിയാലോചിക്കാമെന്നും പറഞ്ഞത് ഖുർആനാണ്. ഇദ്ദയിലിരിക്കുന്ന പെണ്ണിനോട് ഒരു അന്യപുരുഷനെ ചെന്ന് സംസാരിക്കാമെന്നും വിവാഹമല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാമെന്നും വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ആ മതത്തിലാണ് അന്യ സ്ത്രീകളുള്ള ട്രെയിനിൽ കയറാൻ പാടുണ്ടോ? അന്യ സ്ത്രീകളുള്ള വിമാനത്തിൽ കയറാൻ പാടുണ്ടോ? ഔറത്ത് മറക്കാത്ത വിമാനത്തിലും ബസ്സിലും സ്റ്റാൻഡിലും നിൽക്കാൻ പാടുണ്ടോ? സംഗീതമൊക്കെ നമ്മൾ വിടുക, ഇത് പറ്റുമോ? എന്നിട്ട് ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നില്ലേ നമ്മള്? ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ലേ നമ്മള്? ഇസ്ലാമിന്റെ പേരിൽ ഇത് പറയുന്നതിന്റെ അപകടമാണ് ഈ പറയുന്നത്. നമ്മൾക്ക് ആരോടും വിദ്വേഷമില്ല. പക്ഷേ സ്ത്രീകളുടെ ശബ്ദം ഔറത്താണ് എന്ന് സ്വകാര്യമായി പറയുന്നത് ആരാണ്? എന്താ ഉറക്കെ പറഞ്ഞാല്? 10-45 വർഷമായി പ്രസംഗിക്കാൻ സ്റ്റേജ് കെട്ടിക്കൊടുത്ത മുജാഹിദ് പണ്ഡിതന്മാർ ജമീല ടീച്ചർക്കും ഈ അടുത്ത് മരണപ്പെട്ടു പോയ ആയിഷമ്മ ടീച്ചർക്കും അവരുടെ ശബ്ദം ഔറത്താണ് എന്ന് അന്ന് പ്രസംഗിച്ചത് മുസ്ലിയാക്കന്മാരാ. ഇന്ന് അതേ ശബ്ദം ഔറത്താണ് എന്ന് പ്രസംഗിക്കുന്നതോ പറയുന്നതോ ആരാണ്? ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ, നൂറുകണക്കിന് വാദപ്രതിവാദ പരിപാടികളിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ നബിചര്യയിൽപ്പെട്ടതാണ് എന്ന് പ്രസംഗിച്ച മുജാഹിദികൾക്കിടയിൽ നിന്ന് വീടാണ് അവർക്ക് ഉത്തമം എന്ന് പ്രസംഗിക്കാൻ ആളുകൾ ഉണ്ടായി. തീവ്രവാദം എന്നല്ല, അതിരുവിട്ട വാദം. അതാ പറഞ്ഞത്, എനിക്ക് തോപ്പിട്ട് നടക്കാം, ആരും എന്നെ തടയുകയില്ല. ഇസ്ലാമികമായി അത് വിരോധിക്കപ്പെട്ട കാര്യമല്ല. പക്ഷെ അത് ഇസ്ലാമിന്റെ വേഷം അതാണ് എന്ന് പറയരുത്. അങ്ങനെ ഒരു വേഷം റസൂലുള്ളാഹി നിശ്ചയിച്ചിട്ടില്ല. ഒരാൾക്ക് ഫുൾക്കൈയിട്ട് നടക്കാം, അത് അയാളുടെ ഇഷ്ടമാണ്, ഇസ്ലാം അതിനെതിരല്ല. പക്ഷെ ഫുൾക്കൈയിട്ടിട്ടാണ് റസൂലുള്ളാഹി നടന്നിട്ടുള്ളത്. ആ ഫുൾക്കൈയല്ല, താഫ് കൈ മടക്കി വെക്കലും ആഫാക്കി വെട്ടലും ഇസ്ലാമികമല്ല എന്ന് പറയരുത്. ഒരു നിലക്കും അമുസ്ലിങ്ങളുമായി ഒരു സഹായവും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റാണ്. കോടാനുകോടി ഡോളറുകളാണ് ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്ന, പണമായി ചെലവഴിക്കുന്ന ഇന്റർനെറ്റ് ലോബിക്ക് ഓരോ സലഫിയും നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹായിക്കാൻ പാടില്ല, അത് സഹായമായി തീരും. ഈ സഹായം ഓരോ സിം വാങ്ങുമ്പോഴും റീചാർജ് ചെയ്യുമ്പോഴും കോടികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച് നമ്മൾ ഇന്റർനെറ്റ് നടത്തുന്ന ഒരു കാലത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏതു നന്മയും ആരിൽ നിന്നും സ്വീകരിക്കാം എന്നത് ഇസ്ലാമിന്റെ നയമാണ്. റസൂലുള്ളാഹി എത്ര മുസ്ലിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. പള്ളിയുടെ കാര്യം, കഅബാലയം ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, കഅബാലയം പലതവണ തകരുമ്പോഴും അത് പടുത്തുയർത്തിയത് മുശ്രിക്കുകളാണ്. ഇത് മുശ്രിക്കുകൾ പടുത്തുയർത്തിയ കഅബാലയമാണ്, അവരുടെ സ്പർശനമേറ്റ കഅബാലയമാണ്. അതുകൊണ്ട് ഇത് പൊളിച്ചു നമ്മൾക്ക് മുസ്ലിങ്ങൾക്കൊന്ന് പുതുക്കപ്പെടിയാം. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇസ്ലാമില്? റസൂലുള്ളാഹി വന്നിട്ട് നമ്മുടെ വീടുകളൊക്കെ പണിയെടുക്കുന്നത് ആരാ? എന്തിനാ അവിടെ ആശാരിമാരെ, മുസ്ലിങ്ങൾ ആശാരിമാരുണ്ടാക്കുന്നത്? എന്തിനാ അവിടെ മുസ്ലിം ഡോക്ടർമാരുണ്ടാക്കുന്നത്? എല്ലാവർക്കും ആവാം, ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാക്കുന്നു. അല്ലാതെ മതത്തിനെതിരായിട്ടല്ലത്. പക്ഷെ ചില ആളുകൾ അങ്ങനെ ധരിപ്പിക്കുന്നു, ആശാരിമാര് മുസ്ലിങ്ങളെ വിളിച്ചാൽ മതി, ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല. ഡോക്ടർമാര് മുസ്ലിം ഡോക്ടർമാരെ കണ്ടാൽ മതി, ഇസ്ലാമുമായിട്ട് ബന്ധമല്ല. എവിടെ വരെ റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം, ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ ചരിത്രം പറയപ്പ ആളുകള്. ആ ഇബ്രാഹിം നബി ഇസ്ലാം വാപ്പാന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോകല്ല, ഇബ്രാഹിം നബിയെ വാപ്പ ഇറക്കി വിടാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിനെ വാപ്പ ഇറക്കി വിടാണ്. കാഫിറായ ഇബ്രാഹിം നബി ഇസ്ലാം, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വാപ്പ കാഫിറായ ആസർ ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഇറക്കി വിടാണ്. ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്രാഹിം നബി ഇസ്ലാം ഹിജ്റ പോണത്, നാട് വിട്ടുപോണത്. മുശ്രിക്കിന്റെ ഒപ്പം ഞാൻ താമസിക്കൂല എന്ന് പറഞ്ഞിട്ടല്ല. ഇതൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ?
ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഒരു അമ്മോശങ്കാക്ക അബൂ സുഫിയാനാ. അബൂ സുഫിയാന്റെ മകളെയാണ് റസൂലുള്ളാഹി വിവാഹം ചെയ്ത ഒരാള്. ആ അബൂ സുഫിയാൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. അബൂ സുഫിയാൻ കാഫിറ. വീട്ടിൽ വരുന്ന സമയത്ത്, ആ സമയത്ത് റസൂലുള്ളാഹിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരാളോട്, റസൂലുള്ളാഹിന്റെ ശത്രുവിനോട് എന്തിനാണ് റസൂലുള്ളാഹിന്റെ ഭാര്യ ഇഷ്ടം കാണിക്കേണ്ടത്? അവര് റസൂലുള്ള ഇരിക്കുന്ന വിരിപ്പ് മടക്കി വെച്ചു. റസൂലുള്ള വന്നപ്പോ വേണ്ട മമതയും സ്നേഹവും വാത്സല്യം ഒന്നും കാണിക്കാത്തതിനെ പറ്റി മകൾ വാപ്പയോട് ചെയ്യേണ്ട സാധാരണ പതിവ് രീതിയിലുള്ള ഔപചാരികതകളൊന്നുമില്ലാതെ, വാത്സല്യമൊന്നുമില്ലാതെ തിരിച്ചയച്ചതിനെ പറ്റി റസൂലുള്ളയോട് സൂചിപ്പിച്ചപ്പോ റസൂലുള്ള പറഞ്ഞു, അത് ശരിയായില്ല. നിന്റെ പിതാവിനോടുള്ള ബാധ്യത നിനക്ക് നിർവഹിക്കണം, ആ ബാധ്യത നീ നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് പറയാ. ഇത് ഖുർആന്റെ നിയമമാണ്. എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളോടല്ല, അമുസ്ലിങ്ങളായ മാതാപിതാക്കളുടെ കാര്യമാണ്. എന്റെ വാപ്പയും എന്റെ ഉമ്മയും അമുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കൂലിയില്ല. കാരണം എന്താണ്? മുത്തഖീങ്ങളല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത്, മുത്തഖീകളുടെ വീട്ടിൽ നിന്നേ നീ ഭക്ഷണം കഴിക്കാവൂ എന്ന വാറോല ഹദീസല്ല, വാറോല. ഈ വാറോല എടുത്തു വെച്ചിട്ട്, ഈ ഹദീസ് വെച്ചിട്ട് ഈ മാതാപിതാക്കളുടെ കാര്യമെന്ന് പറയൂ. ഈ മാതാപിതാക്കളെ തീറ്റ കൊടുക്കാൻ പാടുണ്ടോ? ഇസ്ലാമിക നിയമം അല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ദുനിയാവിന്റെ കാര്യത്തിൽ നീ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. വാപ്പ മുശ്രിക്കാണ്, വാപ്പ കാഫിറാണ് എന്ന് പറഞ്ഞു നിർത്താൻ പാടുണ്ടോ? എത്ര നിക്കാഹുകളിൽ പെണ്ണ് മുസ്ലിമായി, മാതാപിതാക്കൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഇഷ്ടമില്ല, അവർ സ്വീകരിച്ചില്ല, പക്ഷെ അവര് പെണ്ണിനെ തടയുന്നില്ല. ആ പെണ്ണുങ്ങളെയും കുടുംബത്തെയും നമ്മുടെ പള്ളികളിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ പള്ളികളിൽ അവരാണ് നമ്മുടെ പള്ളികളിൽ വരുന്നത്. ഈ മകളുടെ നിക്കാഹിന് വേണ്ടി പള്ളിയിലെ ഇമാമിന് വക്കാലത്ത് കൊടുക്കുകയാണ് പെണ്ണ്. എന്നിട്ട് അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു, അവളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഈ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് കാഫിറുകളായ, ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് അത് പറഞ്ഞത്. മാതാപിതാക്കൾ കാഫിറുകളാണ്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും ഇസ്ലാം സ്വീകരിക്കുന്നതോടെ ആ സ്വത്ത് നീ വാങ്ങാൻ പാടില്ല. ഇസ്ലാമിലെ നിയമ, ആ സ്വത്ത് നീ വാങ്ങാൻ പാടില്ല, അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക. ഇസ്ലാമിന്റെ നിയമാണത്. ഞാൻ ഇസ്ലാം ഒഴിവാക്കുന്നതോടെ എനിക്ക് എന്റെ മാതാപിതാക്കളുടെ സ്വത്ത് കിട്ടാത്തതുപോലെ അവിടെ നിന്ന് ദീനിലേക്ക് വന്ന ഒരാളുടെ സ്വത്ത് അയാൾ കൊണ്ടുവരാൻ പാടില്ല. അവരുടെ അധ്വാനമാണ്, അത് അവരെടുക്കട്ടെ, അതിന്മേൽ പിടിവലിക്ക് അവകാശമല്ല, എടുക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമ. നമ്മൾ ഇസ്ലാമിനെ പഠിക്കണം, നമ്മളാ ഇസ്ലാമിനെ പഠിക്കേണ്ടത്. നമ്മുടെ കമ്മിറ്റിക്കാരിങ്ങനെ ഫിത്ർ സക്കാത്ത് ഇങ്ങനെ കൊടുക്കുക, ഉദിയത്തിന്റെ ഇറച്ചി കൊടുക്കുക, ബീഫ് തിന്നുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട്. വീടുകളിൽ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുമ്പോ ഇടയിലുണ്ടാവും സാധുക്കളായ ഹിന്ദുക്കളുടെ, ക്രിസ്ത്യൻസിന്റെ വീട്. അതിന്റെ അങ്ങേ പുറത്തു കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. ഇത് ഞങ്ങളതാട്ടോ എന്ന് പറഞ്ഞിട്ട്. ഈ ഞങ്ങളത് ഓൽക്ക് കൊടുക്കാൻ പറ്റൂല എന്നാരെ പറഞ്ഞത്? ഫക്കീറിനും മിസ്കീനിനും ജാതി നിശ്ചയിച്ചത് ആരാ? മുസ്ലിങ്ങൾ എന്ന നിലയിൽ മുസ്ലിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടാവും, അതിൽ ആർക്കും സംശയമില്ല. അതിന് ലോകം ആരും എതിരുമല്ല. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുത്താൽ കൂലി കിട്ടൂല എന്നും, അങ്ങനെ അതിതീവ്രവാദം എന്ന് പറഞ്ഞ വാദത്തിലേക്കാ പോയത്. ഒരു മുസ്ലിം അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. ആരുടെ ചോര കേറ്റണ്ട്? ഈ ചോര മുസ്ലിമല്ലേ? ഇയാളുടെ കരള് മാറ്റിവെക്കണം. കരള് അമുസ്ലിമിന്റേതാണ്, മാറ്റിക്കൊടുക്കണ്ടേ? കരള് മുസ്ലിമാണെന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. ശരീരം അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓശാരം കൊണ്ടല്ല, അള്ളാന്റെ നിയമ. അതിന് ജാതി മതമില്ല, എല്ലാവർക്കും. അത് മാറ്റിവെക്കാൻ പറ്റുമോ? അയാളുടെ ചോര സ്വീകരിക്കാൻ പറ്റുമോ? ഇവിടെ അമ്മിഞ്ഞ കിട്ടാതെ ഉമ്മ മരിച്ചു കിടക്കുന്ന, അമ്മിഞ്ഞ കിട്ടാതെ നിലവിളിക്കുന്ന 6-7 വയസ്സ് മാസം പ്രായമായ കുഞ്ഞിന് രാഗിണി മറിയമ്മ എടുത്ത് മുല കൊടുക്കുന്നു. ഇസ്ലാമിന്റെ വിധി പറയൂ നിങ്ങള്. ആ മുല കുടിച്ചത് നജസായ മുലപ്പാലാണോ നജസായ രക്തമാണോ? പറയട്ടവര്. ഇന്നമൽ മുശ്രിക്കൂന നജസുൻ പറയട്ടെ. മുല കൊടുക്കാൻ പാടുണ്ടോ മുസ്ലിം കുട്ടിക്ക്? പറയ്. ആരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത്? ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത്? റസൂലുള്ള ആകണതൊക്കെ 40 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ? റസൂലുള്ളാന്റെ ശരീരത്തിൽ ഓടുന്ന മുലപ്പാൽ ഏതാ? അവിടുത്തെ ശരീരത്തിൽ ഓടുന്ന രക്തം ആരുടേതാണ് തലമുറയായി കിട്ടിയത്?
മുസ്ലിമായ അബ്ദുള്ളാന്റെതോ മുശ്രിക്കായ അബ്ദുള്ളാന്റെതോ? പറഞ്ഞ് എവിടെ എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായി പറയുന്നത്. അവിടെ ചോരക്കും മുലപ്പാലിനും ജാതിയും മതവും നിശ്ചയിച്ചാൽ ഇസ്ലാമിക നിയമം അപ്രായോഗികം എന്നാ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടില്ല. ഇസ്ലാം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിശ്രഭോജനം ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്. അതായത് താഴ്ന്ന ജാതിക്കാരും മേലെ ജാതിക്കാരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊരു സമരമുറ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. കാരണം സവർണരായ ആളുകൾക്ക് അവർണരായ ആളുകളുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ തീണ്ടലുണ്ടാകുന്നതാണ്. അന്നും മുസ്ലിങ്ങളുടെ വീടുകളിൽ ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യന്മാർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു, കൂടെ ഇരുന്ന് തിന്നാൻ. ഒരു മുസ്ലിമിന്റെ വീട്ടിലും പുറത്ത് കുഴി കുഴിച്ച് അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഒരൊറ്റ മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അവിടെ അയാൾ മുസ്ലിം അല്ല, അമുസ്ലിമാണ്. പക്ഷെ അയാൾ മനുഷ്യനാണ്. ആ മനുഷ്യത്വത്തെയാണ് ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങള്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, പടച്ചവന്റെ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വചനമുണ്ട്. ജൂതന്മാരുടെയും നസ്രാക്കളുടെയും കാര്യത്തിൽ പ്രത്യേകമായി ചില നിയമങ്ങൾ, അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ, ഇന്നതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും റസൂലുള്ള അവരോട് ചേർന്ന് പോകാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവരോട് ചേർന്ന് പോകാൻ. ആ സൗഹാർദ്ദമാണ് ഇവിടെ നടക്കുന്നത്. ഇത് മുജാഹിദ് പ്രസ്ഥാനം വളർത്തിയെടുത്തതാ. നിങ്ങൾക്കറിയോ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ദൗർഭാഗ്യകരം എന്നൊക്കെ പറയപ്പെട്ട ഒരു പിളർപ്പ് ഇപ്പൊ അത് എങ്ങനെ പറയുന്നു എനിക്കറിയില്ല. ആ പിളർപ്പിന്റെ സമയത്ത് നമ്മളെ പറ്റിയുള്ള ആക്ഷേപം, നമ്മുടെ യോഗങ്ങൾ അമുസ്ലിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു, അമുസ്ലിം മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു. എനിക്ക് ഓർമ്മ വന്നത്, വലിയ ഒരു താത്വികനും സാഹിത്യകാരനും ദാർശനികനും ഒക്കെയായിരുന്ന ഗുരു നിത്യചൈതന്യയതിക്ക് KP മുഹമ്മദ് മൗലവി ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷ അദ്ദേഹത്തിന് നൽകി, വലിയ ഒരു മഹാസമ്മേളനത്തിൽ അദ്ദേഹത്തിന് നൽകി, അദ്ദേഹത്തെ ആദരിക്കുകയും ഇസ്ലാമിനെ കുറിച്ച് 4 വാക്ക് സംസാരിക്കാനുള്ള സമയം അദ്ദേഹത്തിന് അനുവദിക്കുകയും ചെയ്തു എന്നത് മുജാഹിദ് നേതാക്കന്മാരായിരുന്നു. നമ്മുടെ ഒരുപാട് യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തിരുന്നത് അവരായിരുന്നു. ആരും അതിനൊരു കുറവും കണ്ടിട്ടില്ല, കാണിച്ചിട്ടുമില്ല. സൗദി അറേബ്യയിൽ നേരത്തെ ഇസ്മായിൽ കരിയുടെ കൂടെ പറഞ്ഞു, സൗദി അറേബ്യയിൽ നിന്നടക്കം ഒരുപാട് അറബികൾ നമ്മുടെ സമ്മേളനങ്ങളിൽ വരുന്നു. അവരിരിക്കെ അവരുള്ള യോഗങ്ങൾ പോലും നമ്മുടെ മന്ത്രിമാർ, ബഹുമാന്യരായ മുസ്ലിങ്ങളല്ലാത്ത മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. അവരാരും അതിനെ ചോദ്യം ചെയ്തില്ല. അവരാരും. അങ്ങനെ ഒരു നിയമമില്ല ഇസ്ലാമില്. ഇസ്ലാമിൽ യുദ്ധക്കളത്തിൽ നിങ്ങൾ നോക്കൂ, ഐക്യരാഷ്ട്ര സംഘടനയുടെ യുദ്ധ നിയമങ്ങൾ, ആ യുദ്ധ നിയമങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഒരു വട്ടം ആലോചിച്ചാൽ മതി, ഇത് ഇവർ ഇസ്ലാമിൽ നിന്ന് കോപ്പിയടിച്ചതാണോ? ഇത് ഇസ്ലാമിൽ നിന്ന് കോപ്പിയടിച്ചതാണോ? കാരണം ആ യുദ്ധ നിയമങ്ങളാ ഇസ്ലാമിന്റേത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റേതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ യുദ്ധ നിയമങ്ങൾ. അത്ര 95% അതാണ്. അതില് മഠങ്ങൾ തകർക്കാൻ പാടില്ല. മഠങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന മഠങ്ങളല്ലേ? എന്നിട്ടത് തകർക്കരുത് എന്ന് എന്തുകൊണ്ട് റസൂലുള്ള പറഞ്ഞു? വൃദ്ധന്മാരെ, സന്യാസിമാരെ, ആ മഠങ്ങളിൽ ആരാധന നടത്തുന്ന ആളുകളെ കൊല്ലരുതെന്ന് പറഞ്ഞു. കൊല്ലണ്ടേ, കൊല്ലണ്ടേ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ? റസൂലുള്ള പറഞ്ഞു പാടില്ല. അവർ യുദ്ധത്തിൽ പങ്കാളികളല്ല. യുദ്ധത്തിൽ പങ്കാളികളല്ല. മറ്റ് കൃഷിന്റെ ഒക്കെ പോട്ടെ, മതപരമായിട്ടുള്ള വിധിയാണിത്. അവരെ തൊടാൻ പാടില്ല. എന്നിട്ട് ഈ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇതൊരു ഭീകരവാദമാണ്, ഇതൊരു തൊടാൻ പാടില്ല, തടുക്കാൻ പാടില്ലാത്ത ഒരു ആദർശമാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയതിന്റെ, അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ ഒരു പങ്ക് നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞില്ല. കാരണം നമ്മൾ ദീൻ പഠിച്ചില്ല. നമ്മൾ ദീൻ പഠിച്ചില്ല. നമ്മൾക്ക് ഇത് ആലോചിക്കാമായിരുന്നു. നമ്മൾ വാങ്ങുന്ന ഈ വസ്ത്രം ഇത് മുസ്ലിം ഫാക്ടറികളിൽ അടിക്കുന്നതല്ല. നമ്മൾ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന നെല്ല്, അരി, ഗോതമ്പ്,
പല വ്യഞ്ജനങ്ങള് എല്ലാം മുസ്ലിം മണ്ണിൽ നിന്നും മുസ്ലിങ്ങൾ കൃഷി ഉണ്ടാക്കി വിടുന്നതല്ല. ആരും അത് ചിന്തിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് ഹലാലാണോ എന്നത് മാത്രമാണ് ഇസ്ലാമിക നിയമം. അത് നോക്കണം. നമ്മള് ആരെങ്കിലും താടിയെ അല്ലല്ലോ നമ്മൾ വിമർശിച്ചത്, നെരിയാണിക്ക് മേലെ വസ്ത്രം ഉടുക്കുന്നതിനെ അല്ലല്ലോ നമ്മൾ വിമർശിച്ചത്. അത് ഇസ്ലാമിക മര്യാദയാണ്, നിർബന്ധമായ കാര്യമാണ് നെരിയാണിക്ക് വരെ വസ്ത്രം എടുക്കുക എന്നുള്ളത്. താടി വളർത്തൽ സുന്നത്താൻ നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ചോദ്യം ചെയ്തത് അതിനൊന്നും അല്ല. അതിന്റെ പേരിൽ അതിര് വിട്ട വാദത്തിലേക്ക് പോയതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. അതിന്റെ അപകടമാണ് ഈ പറഞ്ഞതെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഹിജ്റ പോകെ ഒരു യാത്രയാണത്, ടൂറ് പോകല്ല. എന്തെങ്കിലും ഒരാളെ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത യാത്രയാണ് ഹിജ്റ. കാരണം എന്താ അറിയോ? ഒളിച്ചു പാത്ത് പതുങ്ങി പോകുക. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോകണം. കാരണം അത്ര റസൂലുള്ളാഹി പറഞ്ഞില്ല, എല്ലാ നബിമാർക്കും ഒരു ഉറ്റമിത്രം ഉണ്ടാവും, വിദ്വാനത്ത്. എന്റെ ഉറ്റമിത്രം അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിനെ കൊണ്ടുപോകാം. പക്ഷെ ഇവർക്ക് രഹസ്യമായ വഴി, ശത്രുക്കളുടെ കണ്ണിൽ പെടാതെക്കാൻ ആളുകൾ സഞ്ചരിക്കാത്ത വഴിക്ക് ഗൈഡായി നിശ്ചയിച്ചത് റസൂലുള്ളാഹി ആരെയെന്നറിയോ? മുശ്രിക്കിനെ. ഇന്നത്തെ വാദപ്രകാരം എന്തായിരിക്കും റസൂലുള്ളാഹിന്റെ യാത്ര? മുശ്രിക്കിനെ ഇമാമാക്കിയിട്ടുള്ള യാത്ര എന്നാ ഫത്വ കൊടുക്കുക. ആലോചിച്ച് നോക്കൂ നിങ്ങള്. സങ്കടകരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി നുബുവത്ത് കിട്ടാൻ അർഹതല്ല എന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത്. കാരണം മുശ്രിക്കിനെ ഇമാമാക്കിയിട്ടായി പോണത്. സങ്കടകരം. നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ഉത്തരേന്ത്യ മാതിരി ആകുമായിരുന്നു. നമ്മുടെ നേതാക്കന്മാര് ഇസ്ലാഹി പ്രസ്ഥാനം ഈ കേരളത്തിന് ചെയ്ത സേവനം ഉണ്ടല്ലോ, എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. നമ്മൾ രണ്ട് രൂപത്തിൽ ഈ സമൂഹത്തെ വളർത്തി. ദീനിയായി വളർത്തി, ഭൗതികമായും വളർത്തി. ഭൗതികമായും പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ, സ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളാ. അവര് സേവനം ചെയ്യുന്നത് അമുസ്ലിങ്ങൾക്കും കൂടിയാ. ഒരമുസ്ലിമിന്റെ അപേക്ഷ വരുമ്പോ മുസ്ലിമാണ് എനിക്ക് സേവനം ചെയ്താ ഞാൻ അള്ളഹാനോട് സമാധാനം പറയേണ്ടി വരും എന്നിട്ട് ഏതെങ്കിലും ഒരു ഫയൽ എടുത്ത നീക്കച്ചാണ്ടല്ലോ, ഓൻ അതിന്റെ പേരിൽ നരകത്ത് പോകും. പട്ടിക്ക് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ നരകത്ത് പോയി എന്ന് പറഞ്ഞ ഇസ്ലാം അത്. എന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് കാട് കയറി എവിടേക്കാണ് സലഫി, അതാണ് അതിന് പറ്റണ നാട്ടിക്ക് കൊണ്ടുവരുന്നത്. നല്ല നാട്ടിക്കാ എത്തണത് ബെസ്റ്റ്. ഇപ്പൊ പോയോലുമില്ല, പറഞ്ഞോലുമില്ല. ഇപ്പത്തെ പുതിയ ചർച്ച ഇപ്പൊ എന്താണ്? വാക്സിനേഷൻ വേണോ വേണ്ടത്? അവിടെ നടക്കണ ചർച്ചതാ. ഇതൊന്നും ഓല അറിയണില്ല, ഞങ്ങൾ തൊട്ട് പറഞ്ഞോല്ല. വാക്സിനേഷൻ വേണോ വേണ്ടെന്നാണ് കൊടുമ്പിരി കൊള്ളുന്ന ചർച്ച ബൈലക്സില്. നായിനെ കൊല്ലണോ കൊല്ലണ്ടേ? അള്ളാഹു അടച്ച റബ്ബേ. ആ സാധുക്കളായിട്ട് ഓലിന്നും ഇന്നലും തുടങ്ങിയെന്നല്ല റോട്ടിൽ കൂടെ നടക്കൽ. ഒരുപാട് കാലമായി ഓല് റോട്ടിൽ തന്നെയാണ്. ഓല് ചിലപ്പോ മാണ്ടാത്തൊക്കെ ഇട്ട് റോട്ടിക്ക് വലിച്ചെടുത്ത് പോരും ചെയ്യും. ഇതൊക്കെ നമ്മൾ കണ്ടോല. വന്ധ്യകരണോ വന്ധ്യതല്ലാത്ത കരണോ ഏതെങ്കിലും നടക്കട്ടെ, പക്ഷെ അവിടെ ചർച്ച അതാണ്. ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടേ പേര് നേരത്തെ കരിയാടും മറ്റേ സലാഹുദ്ദീൻ മദനിയൊക്കെ അത് പറഞ്ഞു. സലഫികൾക്ക് പേര്, സലഫികൾ അങ്ങനെ അപകടകാരികളാണ്, ഇങ്ങനെ ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കണ ഒരൊറ്റ മുസ്ലിമിനോട്ട് തോന്നുന്നില്ല. കാരണം എത്രത്തോളം നമ്മളൊരു പള്ളി വന്നാൽ അതിന്റെ അനുഗ്രഹം അവിടുത്തെ അമുസ്ലിം സാധാരണക്കാരായ നിർധനരായ അമുസ്ലിങ്ങൾ കൂടി കിട്ടുന്നുണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ വന്ന ഒരാൾ ഇവിടുന്ന് കുറ്റിയും പറിച്ച് തിരിച്ചു പോകാത്തത്. കേരളത്തിൽ വന്ന ഒരാളും ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നില്ലേ? ഇവിടുത്തെ മുസ്ലിങ്ങളെ കണ്ടിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് എന്താ? മുജാഹിദ് പ്രസ്ഥാനം ഇല്ലാത്തൊരു ചരിത്രം നമ്മൾ എഴുതണം. മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയിട്ട് പണിയെടുക്കുകയാണ്. അത് കണ്ട് മറ്റുള്ള സംഘടനകളും അതിനോട് അനുബന്ധമായി വരുന്നു. സന്തോഷമാണ് നമ്മൾ രേഖപ്പെടുത്തിയത്. സ്കൂളുകൾ സ്ഥാപിക്കുന്നു, പള്ളികൾ സ്ഥാപിക്കുന്നു. അവര് കേപ്പിള്ള കാലത്ത് അറബികൾ പറഞ്ഞു, ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഏറ്റെടുത്തൂടെ? നമ്മളോട് ഫറൂഖിൽ വെച്ചിട്ട്
അന്ന് KP മറുപടി പറഞ്ഞത് ഈ ചുമലുകൾക്ക് അതിൽ താങ്ങാനുള്ള കരുത്തില്ല എന്നാ. ഞങ്ങൾ അത്ര ദുർബലരാണ്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ അപ്പൊ നോക്കുന്ന പറഞ്ഞ്. ഇന്ന് പക്ഷേ KPയുടെ ആ പ്രാർത്ഥനയാണോ പ്രതീക്ഷയാണോ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അത് ഏറ്റെടുത്തു. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ജാതി മതമൊന്നും നോക്കാതെ നമ്മൾ ഈ കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിന്റെ നിയമമാണത്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ദീൻ പഠിക്കലാണ് പ്രധാനം. നമ്മൾ ദീൻ പഠിക്കണം. നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചാൽ കുറെ കാര്യങ്ങൾ നമ്മുടെ പരിസരത്ത് നിന്ന് നമുക്ക് ഈ കാര്യം നമ്മുടെ മുസ്ലിങ്ങളുമായി സംസാരിക്കാലോ, നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കാലോ. ഇപ്പൊ സംസാരിക്കാൻ പറ്റിയ സമയ ഈ ISS-ഉം ഭീകരവാദവും മറ്റേ മറിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ആക്ഷേപം വരുമ്പോൾ നമുക്ക് ആ വിഷയം തന്നെ സംസാരിക്കാം. ഇതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല, ധൈര്യമായി പറയാവുന്ന സമയം. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾ ദീൻ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് സന്തോഷം. ഒരാള് ഇതിൽ നിന്ന് പോകുന്നുവെങ്കിൽ അയാളുടെ മാർഗം തെരഞ്ഞെടുത്തു എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അതിന്റെ പേരിൽ ഇവിടെ ഒരു ബഹളും കലാപവും ഉണ്ടാവില്ല. 2 മിനിറ്റ് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും രണ്ടായി പിരിഞ്ഞു. പാകിസ്ഥാനെ വീണ്ടും നമ്മൾ 2ആക്കി കൊടുത്തു. നമ്മൾ അങ്ങനെ സൽക്കർമ്മം ചെയ്ത കൂട്ടത്തിലാണ്. ബംഗ്ലാദേശും കൂടി ഉണ്ടാക്കി കൊടുത്തു നമ്മൾ. ഈ 2 രാജ്യവും ഇസ്ലാമിക രാജ്യമായി, ഇസ്ലാമിക റിപ്പബ്ലിക്കുകളായിട്ട് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായി ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഒരു നാട്ടിൽ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കണം എന്ന് അന്നത്തെ ഏതൊരു ഹൈന്ദവ നേതാവിന്റെയോ ആളുകളുടെയോ മനസ്സിൽ വരാവുന്നൊരു വികാരം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ നേതാക്കന്മാരുണ്ടാക്കിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും സിഖുകാരും ക്രൈസ്തവരും അടക്കമുള്ള ആളുകൾക്ക് റിസർവേഷൻ ഏർപ്പെടുത്തി അവർക്ക് നിയമസഭയിലും പാർലമെന്റിലും കൃത്യമായ ശതമാനം വരച്ചുവെച്ച് ജോലികളിൽ സംവരണം ഏർപ്പെടുത്തി നൂറുകണക്കിന് ആനുകൂല്യങ്ങൾ വെച്ച എന്ത് കാരണം കൊണ്ടും ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞ് 2 രാജ്യം ഇതിൽ നിന്ന് മുറിഞ്ഞുപോയി, 3ാമത്തെ ഒരു രാജ്യം ഹിന്ദു രാജ്യമാക്കാമെന്ന് ഏതൊരാൾക്കും മദ്യം പറഞ്ഞ് തീരുമാനിക്കാവുന്ന വിധം കാര്യങ്ങൾ അനുകൂലമായിട്ട് പോലും ഈ രാജ്യം സെക്യുലർ രാജ്യമായി നിലനിർത്തിയ ആ മഹാന്മാരായ നേതാക്കന്മാരെ അവമതിക്കരുത്. ഗാന്ധി ആയാലും ഗാന്ധിജി ആയാലും നെഹ്റു ആയാലും പട്ടേൽ ആയാലും ആരായാലും അവരെ അപമാനിക്കരുത്. ഭരണഘടന ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത അംബേദ്കർ ഉണ്ടല്ലോ, ഭീമറാവു അംബേദ്കർ ഒരുപാട് ദുരിതം അനുഭവിച്ച മനുഷ്യനാ. ജാതിന്റെ പേരിൽ അദ്ദേഹത്തെയാണ് നെഹ്റു ഏൽപ്പിച്ചത് ഭരണഘടന ഉണ്ടാക്കാൻ. അദ്ദേഹത്തിന്റെ സഭയാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത്. ആ ഭരണഘടനയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് എഴുതി വെച്ച രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആരും ആരെ പള്ളിയും കാക്കണ്ട. എല്ലാവരും കാവലുണ്ടായിട്ട് ബാബരി മസ്ജിദ് പൊളിഞ്ഞില്ലേ? ആ ബാബരി മസ്ജിദ് പൊളിഞ്ഞതിന് ശേഷം ആയിരക്കണക്കിന് പള്ളികൾ കേറിയ നാടാ ഇന്ത്യ. സൗദി അറേബ്യയിൽ കേറിയിട്ടില്ല. എന്തേ ആ നന്മ നമ്മൾ കാണാതെ പോയത്? ആ പള്ളി പൊളിഞ്ഞത് നന്നായിട്ടോ? അല്ല, അത് ഭരണാധികാരികൾ കേറുന്നതിനനുസരിച്ച് തെരഞ്ഞെടുക്കുന്ന അവരുടെ സ്വഭാവം അവർ കാണിക്കും. അത് ഇടതും വലതൊക്കെ ഇവിടെ മാറി മാറി ഭരിക്കുന്നില്ലേ? ഓരോന്നിനും അതിന്റെ കേടും നന്മയുണ്ടാവും. അതുകൊണ്ടാണ് മുജാഹിദികൾ പറഞ്ഞത് വിദ്യ പഠിക്കുക, പഠനത്തിലൂടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക പഠനം. എന്നിട്ട് എല്ലാവരെയും സേവിക്കാവുന്ന വിധം സിവിൽ സർവീസിൽ വരിക, ഗവൺമെന്റിൽ വരിക, എല്ലാവർക്കും അനുഗ്രഹമായിട്ടുള്ള ജീവിതം നയിക്കുക, ഒറിജിനൽ മുസ്ലിമായിട്ട് ജീവിക്കുക. ഇത് പഠിപ്പിച്ചു. 10,000-കണക്കിന് മുസ്ലിങ്ങൾ, മുജാഹിദികളായ മുസ്ലിങ്ങളാ ഇന്ന് ഉദ്യോഗസ്ഥാനങ്ങളിലുള്ളത്. ഇത് മുജാഹിദികൾ ഉണ്ടാക്കിയതാ. ഒരൊറ്റ ആൾക്ക് ഇതിന് അവകാശം പറയാൻ പറ്റൂല. ഒരൊറ്റ ആൾക്ക്, മുജാഹിദികൾക്ക് മാത്രം അതിനുള്ള അവകാശം. നമ്മളത് കിബിറിന് പറയില്ല, സത്യം സത്യമായി വിളിച്ചു പറയണം. അതാ പരിഹാരം. അവിടെ പ്രശ്നമല്ലേ, ഇവിടെ പ്രശ്നമല്ലേ, പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇന്ന് ആ പരിഹാരം പറയും. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാത്ത, ഇവിടുത്തെ മതസംഘടനകൾക്ക് എന്ത് പരിഹാരമാണ് ഈ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ആളുകൾക്കുള്ളത്? അതൊന്ന് ഉറക്കനെ പറയും. പ്രശ്നമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ദുനിയാവിലെ പ്രശ്നമില്ലാത്ത സ്ഥലം ഏതാ? എല്ലായിടത്തും പ്രശ്നമുണ്ട്. പരിഹാരമാണ് വേണ്ടത്. ഇന്ത്യയിൽ ഇതിനുള്ള പരിഹാരം എന്താണ്? ആ പരിഹാരം എവിടെയാണ് വിജയിച്ച സ്ഥലം? പരിഹാരമാണ് വേണ്ടത്. അവിടെ പ്രശ്നമില്ലേ, ഇവിടെ പ്രശ്നമില്ലേ, അങ്ങനെ പ്രശ്നമില്ലേ, അങ്ങനെ പൊളിഞ്ഞില്ലേ, ഇങ്ങനെ ഒക്കെ ശരി, സമ്മതിക്കുന്നു. 100 സംഭവങ്ങൾ ഉണ്ടാവുമ്പോ 10 നമുക്കെതിരാന്ന് സമ്മതിക്കുന്നു. അങ്ങനെ തന്നെ വെക്കുക. പരിഹാരം എന്താണ്? നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്ത, പറയാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത പരിഹാരം.
നിലവിലുള്ള മതസംഘടനകൾക്ക് ചെയ്യാൻ പറ്റാത്ത പരിഹാരം എന്തുണ്ട്? പരിഹരിക്കണം. അതൊരു പ്രശ്നമായി വരാൻ പാടില്ല. കാശ്മീർ പോലെ പരിഹാരമാവേണ്ട. അതാ ഇവിടെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മദനി അടക്കമുള്ള ആളുകൾ പറഞ്ഞു. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തുകൂടാം. സഹോദരന്മാരെ, അവസാനിപ്പിക്കും. 10 മിനിറ്റ് വൈകി. നമ്മൾ ദീൻ പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമ്മൾ സ്വന്തം ചർച്ച ചെയ്യുകയും നമ്മൾ പഠിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ അമുസ്ലിങ്ങളായ നമ്മുടെ സഹോദരന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത നമ്മുടേതാണ്. അത് നമ്മൾ നമ്മുടേതായ യുക്തിയിലും ബുദ്ധിയിലും നമ്മുടേതായ തന്ത്രത്തിലൂടെയും നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നതല്ലാതെ പ്രബോധനം ഇവിടെ നിന്നു പോകുന്ന ഒരു പരിപാടിയും ഒരു നിലക്കും ഇവിടെ സമ്മതിച്ചുകൂടാ എന്ന കാര്യം മുജാഹിദ് പ്രസ്ഥാനം എന്നും പറയുന്നതാണ്. അത് വീണ്ടും ആവർത്തിച്ച് പറയണം. നമ്മൾ സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം. ഇത്തിഹാദു ശുബ്ബാനുൽ മുജാഹിദീൻ ISM മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി.